വെൽക്കം ടു സാഹിതി ഓൺലൈൻ എഡ്യൂക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പരിശീലിപ്പിച്ചിരുന്ന മനോവ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണത്. മനോവ്യായാമം ചെയ്തിട്ട് മാത്രം പ്രാക്ടീസ് ആരംഭിക്കുക. അങ്ങനെ മനോവ്യായാമം ചെയ്തിട്ട് പ്രാക്ടീസ് ആരംഭിക്കുമ്പോൾ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്യുവാൻ ഉള്ള ശേഷി നാം ആർജിക്കുകയും ചെയ്യുന്നു. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. നാം ഇവിടെ നൽകുന്ന പാഠഭാഗം ഒരു പ്രാവശ്യത്തെ ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ പാഠഭാഗം കൊണ്ട് അടുത്ത പ്രാവശ്യത്തെ പാഠഭാഗം വരുന്നതിന് മുൻപായി തന്നെ നാം അതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ ഉറപ്പിക്കേണ്ടതാണ്. നാം ഇവിടെ മെമ്മറി പ്രാക്ടീസാണ് ചെയ്യേണ്ടത്, റിട്ടൺ പ്രാക്ടീസ് അല്ല. മെമ്മറി പ്രാക്ടീസ് മാത്രമേ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഗുണം ചെയ്യുകയുള്ളൂ. കാരണം നാം ഓർമ്മയിൽ നിന്നാണ് വാക്കുകൾ നാവിലേക്ക് കൊണ്ടുവന്ന് സംസാരിക്കേണ്ടത്, അല്ലാതെ നോട്ട്ബുക്കിൽ നിന്നല്ല. നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുന്ന വാക്കുകൾ നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവന്ന് സംസാരിക്കുക അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നാം നമ്മുടെ നോട്ട്ബുക്കായി നമ്മുടെ മെമ്മറിയെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ മെമ്മറിയിലാണ് ഉണ്ടാകേണ്ടത്. അതിന് മെമ്മറി പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. ആസ് ഐ സെഡ് earlier, വേർഡ്സ് പവർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു സ്പീക്ക് എ ലാംഗ്വേജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്ശക്തിയാണ് ഒരു ഭാഷ സംസാരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹൗ ക്യാൻ വി ക്രിയേറ്റ് വേർഡ്സ് പവർ ടു ടേക്ക് ഫോർ ആൻ ആംപിൾ യൂസ് ഫ്രം മെമ്മറി? ഓർമ്മയിൽ നിന്ന് യഥേഷ്ടം വാക്കുകളെടുത്ത് ഉപയോഗിച്ച് വാക്ശക്തി ഉണ്ടാക്കുന്നതിന് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? വെൻ വി സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ എ സ്പീഡി മാനർ, വേർഡ്സ് ഹാവ് ടു ഗെറ്റ് ലൈക്ക് എ ഫ്ലോ ടു അവർ ടങ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് വേഗത്തിൽ വാക്കുകൾ നമ്മുടെ നാവിൽ ഒരു ഒഴുക്ക് പോലെ വന്നെത്തേണ്ടതുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇഫ് യു ഹാവ് സഫിഷ്യൻറ്റ് വേർഡ്സ് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ഇൻ മെമ്മറി. ഇത് സംഭവിക്കണമെങ്കിൽ നമുക്ക് മതിയാകുവോളം വാക്കുകൾ നമ്മുടെ മെമ്മറിയിൽ അഥവാ ഓർമ്മയിൽ സാമ്പ്രദായികമായി ഒരുക്കി വയ്ക്കേണ്ടതുണ്ട്. ഹിയർ ഇൻ ദിസ് ചാപ്റ്റർ, ഇവിടെ ഈ അധ്യായത്തിൽ, ലെറ്റസ് ഡിസ്കസ് ഹൗ അറേഞ്ച് ഇറ്റ്. നമുക്ക് ഇതെങ്ങനെ ഒരുക്കി വയ്ക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ലൈക്ക് എനി അതർ ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ആൾസോ ഹാവ് മില്യൺസ് ഓഫ് വേർഡ്സ് ആസ് എ ലാംഗ്വേജ്. ഒരു ഭാഷ എന്ന നിലയിൽ മറ്റ് ഭാഷകളെപ്പോലെ തന്നെ ലക്ഷോപലക്ഷം വാക്കുകൾ ഇംഗ്ലീഷിനും ഉണ്ട്. We can never by heart these millions of words to speak this language. ഈ ഭാഷ സംസാരിക്കുന്നതിന് ഈ ലക്ഷോപലക്ഷം വാക്കുകൾ നമുക്ക് കാണാപ്പാഠം പഠിക്കുക സാധ്യമല്ല. Then what will do? അപ്പോൾ പിന്നെ നാം എന്ത് ചെയ്യും? Here we depend grammar. ഇവിടെയാണ് നാം വ്യാകരണത്തെ അവലംബിക്കുന്നത്. വാട്ട് ഈസ് എ വേർഡ്? വാക്ക് എന്നാൽ എന്ത്? എ ലെറ്റർ ആർ ലെറ്റേഴ്സ് ഗിവ് എ സെൻസ് ഈസ് എ വേർഡ്. ഒരക്ഷരം അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഒരർത്ഥം നൽകുകയാണെങ്കിൽ അതിനെ ഒരു വാക്ക് എന്ന് പറയാം. ഉദാഹരണം, എ ഐ ടോക്ക്, സിങ്, എക്സെട്ര. വാട്ട് ഈസ് എ സെൻറ്റൻസ്? വാചകം എന്നാൽ എന്ത്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മേക്ക് എ കംപ്ലീറ്റ് സെൻസ് ഈസ് എ സെൻറ്റൻസ്. ഒരു കൂട്ടം വാക്കുകൾ ഒരു പരിപൂർണ അർത്ഥം നൽകുകയാണെങ്കിൽ
അതിനെ വാചകം എന്ന് പറയാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. വൺസ് ദെയർ കെയിം എ ജയൻറ്റ് ടു മൈ ഡോർ. ഒരിക്കൽ എൻ്റെ വാതിൽക്കൽ ഒരു ഭീമൻ വന്നു. An important thing came to inform you that don't think grammar is a time waste. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്, വ്യാകരണം എന്ന് പറയുന്നത് ഒരു സമയം പാഴാക്കലല്ല. ഗ്രാമർ ഗീവ്സ് യു ടു ബെനിഫിറ്റ് സൈമുൾട്ടാനിയസ്ലി. ഒരേ സമയം തന്നെ രണ്ട് പ്രയോജനങ്ങളാണ് വ്യാകരണം നിങ്ങൾക്ക് നൽകുന്നത്. അതിലൊന്ന് റൂൾസ്, മറ്റേത് വേർഡ്സ് പവർ. റൂൾസ് ആൻഡ് വേർഡ്സ് പവർ ബോത്ത് വിൽ സ്റ്റെബിലൈസ് യുവർ ലാംഗ്വേജ്. അത് രണ്ടും നിങ്ങളുടെ ഭാഷയെ കരുത്തുറ്റതാക്കും. സം സെൻറ്റേഴ്സ് മിസ്ഗൈഡ് യു ദാറ്റ് ദേ വിൽ ട്രെയിൻ യു ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി വിത്തിൻ 10 days. ചില കേന്ദ്രങ്ങൾ നിങ്ങളെ തെറ്റായി നയിക്കുന്നുണ്ട്. അതായത് അവർ നിങ്ങളെ ഇംഗ്ലീഷ് ഭാഷ ഒഴുക്കോടെ സംസാരിക്കുന്നതിന് വെറും 10 ദിവസത്തിനുള്ളിൽ നിങ്ങളെ പ്രാപ്തമാക്കും എന്നാണ് അവരുടെ അവകാശവാദം. വെൻ യു ഹിയർ സച്ച് ഫേക്ക് പ്രോമിസസ്, അത്തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ, യു അസസ് യു ഹാവ് എ ലാംഗ്വേജ് ഓൺ ഹാൻഡ് capable ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി ഈസ് യുവർ മദർ ടങ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങൾക്ക് കൈവശം സംസാരിക്കാൻ കഴിയുന്ന, ഒഴുക്കോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഷ കൈവശമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അത് നിങ്ങളുടെ മാതൃഭാഷയാണ്. വാസ് ഇറ്റ് ട്രെയിൻഡ് വിത്തിൻ 10 days? ആ ഭാഷ നിങ്ങൾ പഠിച്ചത് 10 ദിവസത്തിനുള്ളിലാണോ? ഹൗ ലോങ് ഹാവ് യു ബീൻ ട്രെയിൻഡ് ഇറ്റ്? ഇത് പരിശീലിക്കുന്നതിന് നിങ്ങൾ എത്ര നാളെടുത്തു? വാസിൻറ്റ് ഇറ്റ് യുവർ മദർ ദ ഫസ്റ്റ് ട്രെയിനർ? നിങ്ങളുടെ അമ്മയായിരുന്നില്ലേ നിങ്ങളുടെ ആദ്യത്തെ പരിശീലക? ദ എൽഡേഴ്സ് ഓഫ് യുവർ ഫാമിലി ഇൻക്ലൂഡിംഗ് ഫാദർ സപ്പോർട്ടഡ് എ ലോട്ട് ടു ഇംപ്രൂവ് ഇറ്റ്. നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവർ, നിങ്ങളുടെ അച്ഛനുൾപ്പെടെ ധാരാളം പേർ ഇത് അഭിവൃദ്ധിപ്പെടാൻ നിങ്ങളെ സഹായിച്ചില്ലേ? whoever else supported you later. പിന്നീട് ആരെല്ലാം നിങ്ങളെ സഹായിച്ചു? കൺസിഡറിങ് ഇംഗ്ലീഷ്, ഡു യു എക്സ്പെക്ട് സച്ച് എ സപ്പോർട്ട്? ഇംഗ്ലീഷിനെ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പിന്തുണ, അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നെവർ, ഒരിക്കലുമില്ല. ദെൻ ഹൗ ക്യാൻ ഇറ്റ് ലേൺ വിത്തിൻ 10 days? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളിത് 10 ദിവസത്തിനുള്ളിൽ അഭ്യസിക്കുക? An invincible desire to learn English only needs to watch this video. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അദമ്യമായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുക. Because I have no wonderful lamp of Aladdin to give you such a promise. എന്തെന്നാൽ എൻ്റെ കൈവശം അത്തരത്തിൽ 10 ദിവസം കൊണ്ട് നിങ്ങളെ സംസാരിപ്പിച്ചു കൊള്ളാം എന്ന് ഉള്ള വാഗ്ദാനം നൽകത്തക്ക തരത്തിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്നും എൻ്റെ കൈവശമില്ല. ഒൺലി ട്രഡീഷണൽ വേയ്സ് ഐ യൂസ് ഹിയർ. പരമ്പരാഗത മാർഗങ്ങൾ മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം ബട്ട് വിൽ ബി പെർഫെക്റ്റ്. ഇത് സമയമെടുക്കും, പക്ഷേ പൂർണ്ണമായിരിക്കും. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. വാചകങ്ങളുടെ എണ്ണം, തരം. ആർ ഓഫ് 5 kinds. 5 തരത്തിലുള്ള സെൻറ്റൻസുകളാണുള്ളത്. ഒന്ന്, ഡിക്ലറേറ്റീവ് ആർ അസർട്ടീവ് സെൻറ്റൻസ്, പ്രസ്താവന അല്ലെങ്കിൽ വിശദീകരണ വാക്യം, ഒന്നാമത്തത്. 2, ഇംപറേറ്റീവ് സെൻറ്റൻസ്, അനുജ്ഞായക വാക്യം. 3, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ചോദ്യവാക്യം. 4, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ആശ്ചര്യവാക്യം. 5, ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ്, ആശംസാവാക്യം.
ഒന്ന് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ്, പ്രസ്താവനാവാക്യം. എ സെൻറ്റൻസ് ദാറ്റ് മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കാൾഡ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഒരു വിശദീകരണം നൽകിക്കൊണ്ട് ഒരു വാചകമുണ്ടാവുകയാണെങ്കിൽ അതിനെ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഉദാഹരണം, ഇന്ദിരാജീസ് മാർട്ടിർഡം വാസ് ഫോർ ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നാഷൻ. ഇന്ദിരാജിയുടെ രക്തസാക്ഷിത്വം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയായിരുന്നു. ഇംപറേറ്റീവ് സെൻറ്റൻസ്, അനുജ്ഞായക വാക്യം. എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ കമാൻഡ് ആർ റിക്വസ്റ്റ് ഈസ് കോൾഡ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഒരു വാചകം ഒരാജ്ഞ കൊണ്ടോ ഒരപേക്ഷ കൊണ്ടോ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം വാചകങ്ങളെ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഉദാഹരണം, സിറ്റ് ഡൗൺ ആൻഡ് റെസ്റ്റ് എ വൈൽ. ഇരിക്കൂ, അല്പം വിശ്രമിക്കൂ. അത് കമാൻഡാണ് അഥവാ ആജ്ഞയാണ്. ഗിവ് മീ സം വാട്ടർ. കുറച്ച് വെള്ളം തരുമോ? അത് അപേക്ഷയാണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ചോദ്യവാക്യം. എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ ഈസ് കോൾഡ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു വാക്യമുണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ചോദ്യവാക്യം എന്ന് പറയും. ഉദാഹരണം, ഹൗ ലോങ് ദിസ് COVID-19 എക്സിസ്റ്റ്. എത്ര കാലം ഈ COVID-19 നിലനിൽക്കും? വെൻ ഹ്യൂമൻ ബീയിങ് സ്റ്റഡി അബൌട്ട് ബ്രദർഹുഡ് അബാൻഡണിങ് ദ സൂപ്പർസ്റ്റിഷൻ ഡിഫേഴ്സ് ഹിം. അവനെ അകറ്റുന്ന അന്ധവിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സാഹോദര്യത്തെക്കുറിച്ച് മനുഷ്യൻ എപ്പോഴാണ് പഠിക്കുക? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ സ്ട്രോങ് ഫീലിംഗ് ഈസ് കോൾഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ശക്തമായൊരു വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വാചകം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയും. എക്സാമ്പിൾ, ഹൗ എ വെരി കോൾഡ് നൈറ്റ് ഇറ്റ് ഈസ്. എത്ര തണുപ്പുള്ളൊരു രാത്രിയാണിത്. വാട്ട് എ ഷെയിം. എന്തൊരു നാണക്കേട്. ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ്. എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ പ്രയർ, വിഷ് ഓർ കഴ്സ് ഈസ് കാൾഡ് ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ്. പ്രാർത്ഥനയോടോ ആശംസ കൊണ്ടോ ശാപം കൊണ്ടോ ഒരു വാചകം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം വാചകങ്ങളെ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. മേ ലോങ് ലീവ് ദ ഗുഡ് മെൻ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യരാശിക്ക് നന്മ ചെയ്യുന്ന മനുഷ്യർ നീണാൾ വാഴട്ടെ. വിഷ് യു എ ഹാപ്പി മാരേജ് ലൈഫ്. നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം ആശംസിക്കുന്നു. മേ ഡൗൺ വിത്ത് ദ വിക്കഡ് ഹൂ പവർ ഓയിൽ ഓൺ ദ ഫ്ലെയിംസ് ഓഫ് കമ്മ്യൂണൽ സ്പിരിറ്റ്സ്. സാമുദായിക വികാരം ആളിക്കത്തിക്കുന്ന നരാധമന്മാർ തുലയട്ടെ. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് ആൻഡ് ഓബ്ജക്റ്റ്. കർത്താവ്, ആഖ്യാതം, കർമ്മം. കർത്താവ് അല്ലെങ്കിൽ ആഖ്യ. പ്രെഡിക്കേറ്റ് ആഖ്യാതം. ഓബ്ജക്റ്റ് കർമ്മം. ഒന്ന് സബ്ജക്റ്റ് ആഖ്യ അല്ലെങ്കിൽ കർത്താവ്. ദ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ദാറ്റ് ഡിനോട്ട്സ് ദ പേഴ്സൺ ഓർ തിങ് ഈസ് കാൾഡ്. ഒരു വാചകത്തിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാധനത്തെ പറ്റി പറയുന്ന ഭാഗമാണ് ആ വാചകത്തിലെ കർത്താവ് എന്ന് പറയുന്നത്. രാജു പ്ലേഡ് ഫുട്ബോൾ. രാജു ഫുട്ബോൾ കളിച്ചു. ഇവിടെ രാജുവാണ് സബ്ജക്റ്റ് അഥവാ ആഖ്യ. രണ്ടാമത് പ്രെഡിക്കേറ്റ്. ദ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ടെൽ അബൌട്ട് ദ സബ്ജക്റ്റ് ഈസ് കാൾഡ്. ഒരു വാചകത്തെക്കുറിച്ച് അല്ല ഒരു ആഖ്യയെക്കുറിച്ച് എന്ത് പറയുന്നോ ആ ഭാഗം, ആഖ്യയെക്കുറിച്ച് പറയുന്ന ഭാഗം, ആ ഭാഗത്തെ ആഖ്യാതം എന്ന് പറയുന്നു.
ഉദാഹരണം, രാജു പ്ലേഡ് ഫുട്ബോൾ. ഇതിൽ പ്ലേഡ് ഫുട്ബോളാണ് ആഖ്യാതം അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്. അടുത്തത് ഒബ്ജക്റ്റ്, കർമ്മം. വാട്ട് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ് ഈസ് കാൾഡ്. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ഒരു വാചകത്തിലെ ഭാഗത്തെയാണ് കർമ്മം എന്ന് പറയുന്നത്. ഉദാഹരണം, രാജു പ്ലേഡ് ഫുട്ബോൾ. ഇതിൽ ഫുട്ബോളാണ് കർമ്മം. വെർബ്, ക്രിയ. വാട്ട് ദ സബ്ജക്റ്റ് ഡിഡ് ഇൻ എ സെൻറ്റൻസ് ഈസ് കാൾഡ്. ഒരു കർത്താവ് ഒരു വാചകത്തിൽ എന്ത് ചെയ്തു എന്നാണോ പറയപ്പെടുന്നത്, ആ ചെയ്ത ഭാഗമാണ് ആ വാചകത്തിലെ ക്രിയ. ഉദാഹരണം, രാജു പ്ലേഡ് ഫുട്ബോൾ. പ്ലേഡ് ആണിവിടെ ക്രിയ. ഫ്രേസസ് ആൻഡ് ക്ലോസസ്, അപൂർണവാചകവും അംഗവാചകവും. അപൂർണവാക്യങ്ങളും അംഗവാക്യങ്ങളും. ഫ്രേസസ് ആൻഡ് ക്ലോസസ്, അപൂർണവാക്യങ്ങളും അംഗവാക്യങ്ങളും. A group of words make a sense but not a complete sense is called a phrase. ഒരു കൂട്ടം വാക്കുകൾ ഒരർത്ഥം നൽകുന്നു, എന്നാൽ ഒരു പൂർണ്ണ അർത്ഥം നൽകുന്നില്ല. അത്തരം വാക്കുകളെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഉദാഹരണം, there is a cow in the garden. പൂന്തോട്ടത്തിൽ ഒരു പശു ഉണ്ട് എന്ന് പറയുന്നതിൽ ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിൽ എന്ന് മാത്രം എടുക്കുന്ന ഭാഗമാണ് ഇതിലെ ഫ്രേസ്. ഇൻ ദ ഗാർഡൻ, അതാണ് ഫ്രേസ്. അതിനർത്ഥമുണ്ട്, പൂന്തോട്ടത്തിൽ എന്ന അർത്ഥമുണ്ട്, പക്ഷെ ആ അർത്ഥം സമ്പൂർണ്ണമല്ല, അതുകൊണ്ട് അത് ഫ്രേസാണ്. ദ അണ്ടർലൈൻഡ് പോർഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് ഗീവ് എ സെൻസ് ബട്ട് ദ സെൻസ് ഈസ് ഇൻകംപ്ലീറ്റ്, ദെയർഫോർ ഇറ്റ് ഈസ് എ ഫ്രേസ്. A group of words form part of a sentence and it contained a subject and a predicate is called clause. ഒരു കൂട്ടം വാക്കുകൾ ഒരു വാക്യത്തിൻ്റെ ഭാഗമായി വരികയും അതിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉണ്ടായിരിക്കുകയും ചെയ്താൽ അതിനെ ക്ലോസ് അഥവാ അംഗവാക്യം എന്ന് പറയാം. ഉദാഹരണം, ദിസ് ഈസ് ദ മാൻ ഹൂം ഐ ടോൾഡ് യു അബൌട്ട് യെസ്റ്റർഡേ. ഇവിടെ ദിസ് ഈസ് ദ മാൻ, അവിടെ തന്നെ ഒരു വാചകം പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് ദ മാൻ, ഇതാണ് ആ മനുഷ്യൻ. ഇനി അടുത്ത് വരുന്നത് രണ്ടും കൂടി ചേർന്നാലും ഒറ്റ സെൻറ്റൻസാണ്, എന്നാൽ ഇതിനെ രണ്ട് സെൻറ്റൻസായിട്ടും നമുക്ക് പിരിച്ചെടുക്കാം. അതിൽ പിരിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്ന തരത്തിലാണ് ഞാൻ ആദ്യം പറയുന്നത്. ദിസ് ഈസ് ദ മാൻ, അതൊരു സെൻറ്റൻസായി. ഹൂം ഐ ടോൾഡ് യു എബൌട്ട് യെസ്റ്റർഡേ, അത് വാചകത്തിൻ്റെ അടുത്ത ഒരു വാചകമായിട്ട് അതിനെ എടുക്കാം. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ വാചകമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഇതാണ് ഇന്നലെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ ഇതാണ്. ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ ഇതാണ് എന്നാണ് മൊത്തത്തിൽ അതിൻ്റെ അർത്ഥം. അതിൽ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ഭാഗം ദിസ് ഈസ് ദ മാൻ, ഇതാണ് ആ മനുഷ്യൻ. ഹൂം ഐ ടോൾഡ് യു എബൌട്ട് യെസ്റ്റർഡേ, ഇയാളെക്കുറിച്ചാണ് ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ രണ്ട് വാചകങ്ങളെ ചേർത്തൊറ്റ വാചകം ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. ദ അണ്ടർലൈൻഡ് പോർഷൻ ഈസ് എ സെൻറ്റൻസ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ പ്രെഡിക്കേറ്റ് അറ്റ് ദ സെയിം ടൈം. It is part of the total sentence. Attention to learners. പഠിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. Here words of a sentence classifies as subject, predicate, object, verb, and the sentence itself classifies as phrase and clause, and all are part of words power of a language. ഇവിടെ ഒരു വാചകം
ആഖ്യാതം, കർമ്മം, ക്രിയ എന്നിങ്ങനെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആ വാചകത്തെ തന്നെ അപൂർണവാക്യമെന്നും അംഗവാക്യമെന്നും വേറെ 2 വിധത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭാഷയുടെ വേർഡ്സ് പവർ അഥവാ വാക്ശക്തിയെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. വാക്ശക്തിയെ കൂട്ടാനാണ് ഇവയൊക്കെ നാം ശരിക്കും പഠിക്കുമ്പോൾ അതിന് നിയമങ്ങൾ മാത്രമല്ല നാം പഠിക്കുന്നത്. പുതിയ പുതിയ വാക്കുകൾ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് അതിശക്തമായ ഒരു വേർഡ്സ് പവർ ഉണ്ടാവുക കൂടിയാണ് ചെയ്യുന്നത്. വേർഡ്സ് പവർ ഇല്ലാതെ നമുക്ക് സംസാരിക്കുക അസാധ്യമാണ്. നമ്മുടെ വേർഡ്സ് പവർ എത്ര കൂടുതൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുവോ അത്രയും ലളിതമായി ഒഴുക്കോടെ നമുക്ക് സംസാരിക്കാൻ കഴിയും. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ സെഡ് വേർഡ്സ് ഇംപ്രൂവ് ദ നോളജ് ഓഫ് ദ ലാംഗ്വേജ് വി ലേൺ. മേൽ പറഞ്ഞ വാക്കുകളുടെ ഇനങ്ങൾ നാം പഠിക്കുന്ന ഭാഷയുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ വികസിപ്പിക്കുന്നു. അതുപോലെ ഈ തുടർന്നുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതിന്, വാച്ച് ചെയ്യുന്നതിനും ഗ്രഹിക്കുന്നതിനും കൂടുതൽ മനസ്സിലാക്കുന്നതിനുമായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.